വളരെ ശക്തമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അമ്പലപ്പുഴയിൽ DYFIയുടെ ഒരു സമ്മേളനത്തിൽ സെക്രട്ടറി ആകാൻ എന്തുകൊണ്ടും യോഗ്യനായ എന്നെ സെക്രട്ടറി ആക്കാതിരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി. അന്ന് മുതലാണ് എനിക്ക് സംശയങ്ങൾ തുടങ്ങിയത്. ആ സമയത്താണ് അംബേദ്കറിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിക്കുന്നത്. ആ പുസ്തകത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ഒരിക്കലും ഒരു വിപ്ലവം ഉണ്ടാകുകയില്ല. കാരണം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ വിപ്ലവം നടന്നിട്ടുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് അവിടെ കറുപ്പും വെളുപ്പും അല്ലെങ്കിൽ തൊഴിലാളി വർഗം മുതലാളി വർഗം എന്നുള്ള രണ്ട് വർഗങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ വിപ്ലവം നടക്കും, അവിടെ തൊഴിലാളി വർഗ ഒരു ഭരണകൂടം സൃഷ്ടിക്കപ്പെടാം. പക്ഷേ ഇന്ത്യയിൽ അതല്ല അവസ്ഥ. ഇന്ത്യയിൽ ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാതിയും ഉപജാതിയും അതിൻ്റെ ഉപജാതിയും ഒക്കെ ആയിട്ട് വളരെ സങ്കീർണമായി കിടക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യമാണ് ഇന്ത്യയിൽ. ഇവിടെ തൊഴിലാളിയും മുതലാളിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ അതൊരു വൈരുദ്ധ്യ സമീപനത്തിലേക്ക് വരുമ്പോൾ തൊഴിലാളിക്കിടയിലും ജാതിയും ഉപജാതിയും ഉണ്ട്, മുതലാളിക്കിടയിലും ജാതിയും ഉപജാതിയും ഉണ്ട്. ഇവർ സംഘടിക്കാൻ ഒരിക്കലും അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് അതൊരിക്കലും നടക്കില്ല വിപ്ലവം. അംബേദ്കറിൻ്റെ ഈ കോട്ടിങ്ങൊക്കെ വായിക്കുമ്പോൾ ഞാനൊക്കെ എത്ര മണ്ടന്മാരായിപ്പോയി ഇത്രയും വർഷം. കാരണം അത് തന്നെയല്ല വായിച്ച് മനസ്സിലാക്കുന്നത് തന്നെയല്ല, അതിൻ്റെ മുന്നോടിയായി തന്നെ പരിഗണിക്കാതിരിക്കുകയും അവഗണനയും നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകളും ഒക്കെയായിട്ട് വളരെ പരിഗണിക്കപ്പെടാതെ പോകുന്നൊരവസ്ഥ ജീവിതത്തിലുണ്ടായി. ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് എൻ്റെ എല്ലാം തുലഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നത് വളരെ കാലത്തിന് ശേഷമാണ്. കാരണം പലപ്പോഴും വർഗശത്രുവിൻ്റെ ഇരയാകാമായിരുന്നു. പലപ്പോഴും ജീവൻ നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല സമരങ്ങളിലും മർദ്ദനമേറ്റിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ത്യാഗസമ്പൂർണ്ണം അല്ലെങ്കിൽ വില കൊടുത്തുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്തോ എനിക്കറിയില്ല, അന്നത്തെ ഏരിയ സെക്രട്ടറിയും ഇന്നത്തെ അമ്പലപ്പുഴ MLAയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട H സലാമും കൂടി രണ്ടുപേരും കൂടി എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ ആലപ്പുഴയിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ അവിടുത്തെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഏരിയ സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ MLA H സലാമും പറഞ്ഞു, G സുധാകരൻ മിനിസ്റ്ററുടെ വാഹനം ഓടിക്കാൻ പോകണം, പാർട്ടി തീരുമാനമാണ്, സഖാവ് പോയേ പറ്റും. അങ്ങനെ ഞാൻ ഉള്ള ജോലി രാജിവെച്ചിട്ട് G സുധാകരൻ മിനിസ്റ്റർ VS ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മിനിസ്റ്ററുടെ ഡ്രൈവറായി പോവുകയും ആദ്യമൊക്കെ വളരെ നല്ല സമീപനമായിരുന്നു. എന്നാൽ പിന്നെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ് രാഷ്ട്രീയമെന്ന് കൂടുതൽ മനസ്സിലാക്കുന്നത് ആ സമയങ്ങളിലാണ് ഞാൻ എന്താണ് രാഷ്ട്രീയമെന്ന് മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോൾ കേരളത്തിൽ എനിക്കിഷ്ടമുള്ള അങ്ങനെ ഒരു നേതാവൊന്നും എനിക്കില്ല, ഈ കേരളത്തിലില്ല. കാരണം അന്ന് മന്ത്രിസഭയിൽ സുധാകരൻ മിനിസ്റ്ററിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു പ്രവർത്തിക്കുമ്പോൾ എന്താണ് രാഷ്ട്രീയം എന്നുള്ള അതിലെ കളികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പല രാഷ്ട്രീയ രഹസ്യങ്ങളും പല നീക്കങ്ങളും ഗ്രൂപ്പിസം എന്താണെന്നും ഒക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയ എൻ്റെ തലയ്ക്ക് നിരാശ പിടിച്ചിട്ട് ഞാൻ രാത്രികളിൽ ഉറങ്ങാതിരുന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഭാവി പോയല്ലോ. ഏതെങ്കിലും ഒരു PSC ടെസ്റ്റ് എഴുതി ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറാമായിരുന്നു. രാഷ്ട്രീയം കളിച്ച് ഇപ്പം ഇങ്ങനെയായി. സംഘടനാ രംഗത്ത് പരിഗണിക്കുന്നില്ല, പാർലമെൻറ്റ് രംഗത്ത് പരിഗണിക്കുന്നില്ല, ഇതൊക്കെ വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ആയിക്കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ വളരെ നിരാശാജനകമായി ആ ഡ്രൈവർ സ്ഥാനം നിർത്തി ഞാൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വളരെ നിരാശയും വളരെ ബുദ്ധിമുട്ടും അനുഭവിച്ച് ഞാൻ വീട്ടിലേക്ക് വരികയും, ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഒരു ആഴ്ചക്കിടയിൽ തകഴിയിൽ വെച്ചൊരു പരിപാടിക്ക് മിനിസ്റ്റർ വരികയും ചെയ്തപ്പോൾ അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു, ഞങ്ങളോട് രണ്ടുപേരോടായിട്ട് പറഞ്ഞു, ബാബു എല്ലോറയ്ക്ക് ഞാനൊരു സ്ഥിര ജോലി തന്നേക്കാം, അത് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ ഇത്രയുമായിട്ട് ആ സ്ഥിര ജോലി എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്കത് വേണ്ട. എനിക്കങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചത് എനിക്ക് ജോലിക്ക് വേണ്ടിയല്ല. ഞാൻ ഇങ്ങനൊരു തത്വശാസ്ത്രത്തിൻ്റെ മനോഹരമായൊരു തത്വശാസ്ത്രം, സമത്വത്തിൻ്റെ സിദ്ധാന്തം പറയുന്ന ഒരു തത്വശാസ്ത്രം, അത് മനസ്സിലാക്കിയാണ് ഞാൻ രാഷ്ട്രീയം പ്രവർത്തിച്ചത്. അല്ലാതെ എനിക്ക് ഒരാളുടെയും ജോലി മോഹിക്കുകയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പണ്ടേ ആകാമായിരുന്നു. പക്ഷേ യഥാർത്ഥമായ സംശുദ്ധമായൊരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരിക്കലും അവൻ്റെ അനന്തര അവസ്ഥകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് തകഴിയിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അവഗണനയുടെ പീഡനങ്ങളുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാനെന്ന് എനിക്ക് വിളിച്ചു പറയാൻ ഒരു ഭയവുമില്ല, ആരെയും ഭയമില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മുൻകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിത കഥ, ഇങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ ജീവിതം നശിച്ചു പോയ ഒരാളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജീവിക്കുന്ന അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേതൃത്വത്തിൻ്റെ പരിഗണനയുമില്ല, ഒന്നിലുമില്ലാതെ അവസാനം ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ഞാൻ വരികയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ നിരാശപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തായ ഒരു പാസ്റ്റർ, ഈ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്റർ, തിരുവല്ലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും, ഞങ്ങൾ ബോംബെ വെച്ചുള്ള പരിചയമാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയും
എൻ്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തരികയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എല്ലാ വേദനയും ചുട്ടുപൊള്ളുന്ന ഓർമ്മകളും ഒക്കെയായി വളരെ നിരാശപ്പെട്ട് പിന്നീട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു തരത്തിലേക്ക് വന്ന് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ പാസ്റ്ററുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വർഷങ്ങൾക്ക് ശേഷം. അന്നൊക്കെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടക്കുമ്പോഴൊക്കെ എൻ്റെ ഭാര്യ അടുത്തുള്ള പെന്തക്കോസ്ത് പള്ളിയിൽ പോവുകയും അവിടുത്തെ ചർച്ചുമായി സഹകരിച്ചു പോവുകയാണ്. എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ജനനം മുതൽ ഇന്നും എൻ്റെ ഭാര്യ ഒരു കാതുകുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജനനം മുതൽ പെന്തക്കോസ്തുകാരിയായി ജീവിച്ച ഒരാളാണ് എൻ്റെ ഭാര്യ. അന്ന് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുമ്പോഴും ഞാൻ എൻ്റെ ഭാര്യയെ ചർച്ചിലൊക്കെ വിട്ടിരുന്നു. കാരണം ഭാര്യ ഒരു വ്യക്തിയാണ്, ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മളതിനെ തടഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. അവൾക്ക് അവളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഭാര്യയെ ചർച്ചിൽ വിടുകയും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ പോയിട്ടില്ല, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായ രീതിയിൽ നിൽക്കുകയാണ്. എൻ്റെ ഭാര്യയുടെ വിശ്വാസവും വിശ്വാസ തീവ്രതയും ഭാര്യയുടെ സമീപനങ്ങളും ഒക്കെ എന്നെ ശരിക്കും സ്വാധീനം ചെലുത്തി. കാരണം വീട്ടിൽ വരുന്ന മാസ്റ്റർമാരെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിച്ച് അവരെ വിരട്ടിവിടുന്നൊരു പരിപാടി എനിക്കുണ്ടായിരുന്നു. അവർക്ക് ഉത്തരവില്ല പല ചോദ്യങ്ങൾക്കും. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര വിഷമമാണ്. എന്നോട് പറയും ഇനി അങ്ങനെ ചെയ്യരുത്, അത് ദേവദാസന്മാരാണ്. കാരണം നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചിട്ട് ഇവർക്ക് ആൻസറില്ല. അങ്ങനെ തിരുവല്ലയിലെ പാസ്റ്ററുമായി വീണ്ടും കണ്ടുമുട്ടുകയും ഞാൻ എൻ്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അത് ഉത്തരം വളരെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകി. അത് വളരെ ഒരു ആശ്വാസകരമായി. കാരണം ഈ ആത്മീയ ഗോളത്തിൽ ഉത്തരമില്ലാതെ നിന്ന എനിക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നത് അദ്ദേഹമാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വീണ്ടും തുടർച്ചയായിട്ട് തിരുവല്ലയിൽ പോയിക്കൊണ്ടിരുന്നു. ഏതാണ്ട് 10 വർഷങ്ങൾ ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ദൂരെ കൂടുതലായതുകൊണ്ട് അങ്ങനെ പോകാതെ നിൽക്കുകയും അടുത്ത ഒരു ചർച്ചുമായി സഹകരിച്ചു പോവുകയാണിപ്പോൾ. അതായത് തകഴിയിലെ IPC സഭ അംഗമാണ് ഞാനും കുടുംബവും. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ചിന്തയുടെ പോക്ക് നേതാക്കന്മാരെ കുറിച്ചായിരുന്നു. ഇപ്പം കക്ഷി രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിയും. കക്ഷി നേതാക്കന്മാരല്ല, ലോക രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒക്കെ തൻ്റെ അനുയായികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും താൻ പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തിന് വേണ്ടിയോ സ്വന്തം ജീവനെ ബലിയർപ്പിച്ച ഒരു നേതാവും ഈ ലോകത്തിലില്ല. അവിടെയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ പ്രസക്തി അനുഭവിച്ചറിയുന്നത്. ഒരു സമൂഹത്തിന് വേണ്ടിയല്ല ക്രിസ്തു രക്തസാക്ഷിയായത്, ലോകത്തിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടി. അങ്ങനൊരു നേതാവുണ്ടോ? അങ്ങനെ ഒരു നേതാവ് ലോകത്തിൽ എങ്ങും ഇതുവരെ ഉണ്ടായിട്ടില്ല. രക്തസാക്ഷികളുടെ ചക്രവർത്തിയാണ് ക്രിസ്തു, രക്തസാക്ഷികളുടെ ചക്രവർത്തി. എനിക്കങ്ങനെയാണ് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാട് എന്ന് പറയുന്ന താത്വികമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് തന്നെ താൻ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്വന്തം ജീവനെ അർപ്പിക്കുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. അപ്പോൾ തന്നെ ബൈബിളിൽ തിരുവെഴുത്തുകളിൽ പറയുന്നുണ്ട്, കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യമില്ല. ഇന്ന് നാം കാണുന്ന ചില രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും അല്ല. കണ്ടാൽ ആകർഷിക്കത്തക്ക കോമളത്വം ഇല്ല ആ നേതാവിന് സൗന്ദര്യമില്ലായിരുന്നു. ആ നേതാവിന് രോഗം ശീലിച്ചവനെ പോലെയായിരുന്നു ക്രിസ്തു എന്ന് പറയുന്ന ആത്മീയനായിട്ടുള്ള ആ ഗുരു. ആ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച്, ക്രൂശ് മരണത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച്, രണ്ടാമത് മേഘപ്രത്യക്ഷത വരെയുള്ള കാലഘട്ടം അത് വിശ്വാസത്താൽ സ്വീകരിക്കപ്പെടേണ്ടതാണ്. അത് വിശ്വാസത്താൽ സ്വീകരിക്കപ്പെടുന്ന ആ അവസ്ഥയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷത്തിൻ്റെ പ്രാധാന്യത ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചാണ്. ക്രിസ്തുവാണ് സുവിശേഷം, ക്രിസ്തുവാണ് നേതാവ്. ക്രിസ്തുവിനെ പോലൊരു നേതാവില്ല, ലോകത്തിലെങ്ങും ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകാൻ പോകുന്നുമില്ല. ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പുസ്തകങ്ങളിലും ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് 66 പുസ്തകങ്ങളിലും ക്രിസ്തുവിനെ പരാമർശിക്കപ്പെടുന്നുണ്ട്, ക്രിസ്തു പരാമർശിക്കപ്പെടുന്നുണ്ട്. ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള നേതാക്കളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ സഹിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ മാനസിക പിരിമുറുക്കം അനുഭവിച്ചിട്ടുള്ള നേതാവാണ് ക്രിസ്തു. കാരണം തന്തയില്ലാത്തവൻ എന്നുള്ള പേര്, രാജ്യദ്രോഹി എന്നുള്ള പേര്, ജനത്തെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞുള്ള പേര്, ഇതെല്ലാം ക്രിസ്തുവിന് നേരെ അന്നത്തെ ജനതയും മറ്റു നേതാക്കന്മാരും മതാന്ധത ബാധിച്ചവരും ക്രിസ്തുവിന് നേരെ തൊടുത്തുവിട്ട അമ്പുകളായിരുന്നു. നമുക്ക് വേണ്ടി നമ്മൾ ഇന്ന് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നുവെങ്കിൽ നമ്മളെ സമ്പന്നരാക്കുവാൻ വേണ്ടി സ്വയം ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിയ നേതാവ്,
സ്വയം ദാരിദ്ര്യം ഏറ്റെടുത്ത നേതാവ്, പീഡനങ്ങൾ സഹിച്ച നേതാവ്, ആ നേതാവിനെയാണ് നാം ഹൃദയത്തിൽ നമ്മൾ വരിക്കേണ്ടത്. ഇനി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇനി ലോകത്തിൽ നടക്കുവാനുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വരവാണ്. അത് ഞാൻ പറയാൻ കാരണം, ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഗാസയിലെ യുദ്ധം വരെ നമ്മൾ പരിശോധിച്ചാൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പ്രവചനങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. അതെല്ലാം നടന്നു കഴിഞ്ഞിട്ടുള്ള പ്രവചനങ്ങളാണ്. ഇത് 80-85% ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി വരുവാനുള്ള ഏറ്റവും വലിയ സംഭവം ബൈബിൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ വരവാണ്. ആ വരവിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഈ പ്രപഞ്ചം ഒരുങ്ങി നിൽക്കുന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. ഈ പ്രപഞ്ച ചരാചരങ്ങൾ, ഈ മരങ്ങളും ഈ ജീവികളും ഒക്കെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഇങ്ങനെ ഞെരങ്ങി നിൽക്കുകയാണെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ആ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ എനിക്ക് പങ്കാളിത്തം വഹിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിത് ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം കമ്മ്യൂണിസം, ഗാന്ധിസം, മാർക്സിസം, ലെനിനിസം, അങ്ങനെ ഒട്ടനവധി ഇസങ്ങൾ, തത്വശാസ്ത്രങ്ങളുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇതിൽ ഞാൻ പെട്ടുപോയത് കമ്മ്യൂണിസത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് ആശയപ്രകാരം ഇന്ത്യൻ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വിപ്ലവം നടക്കത്തില്ലെന്ന് ഞാൻ സമർത്ഥിച്ചു കഴിഞ്ഞു. ഞാനല്ല സമർത്ഥിച്ചത്, മറ്റ് അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനാ ശില്പിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ വിദഗ്ധമായി അദ്ദേഹം റിസർച്ച് ചെയ്തെഴുതിയിട്ടുള്ള ആ കാര്യം വിപ്ലവം നടക്കത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റു മതങ്ങളുടെയും രാഷ്ട്രീയങ്ങളുടെയും ഒക്കെ നെടുംതൂണുകളെ ഇളക്കി മറിക്കുവാനുള്ള ചരിത്രപരമായിട്ടുള്ള കണ്ടെത്തലുകൾ അതിൻ്റെ പീഡനങ്ങളേറ്റ ജനത പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഗാന്ധിസം എന്ന് പറയുന്നത് ഗാന്ധിയുടെ വ്യക്തിപരമായിട്ടുള്ള ഇസങ്ങളാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരു ചെകിട്ടത്തടിച്ചാൽ മറു ചെകിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് ഗാന്ധി പറയുന്നത് എവിടെ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ക്രിസ്തുവിൻ്റെ പ്രാധാന്യത ഈ സമകാലിക സാഹചര്യത്തിൽ എത്രത്തോളം ആയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തുവിനെ നാം രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ആത്മീയതയിലേക്ക്, ബൈബിൾ പഠനത്തിലേക്ക് ഞാൻ മാറുന്നത്. അങ്ങനെ മാറുമ്പോൾ എനിക്കറിയാം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയാൻ നമുക്കതേക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതിന് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തായ സുധീഷ് പാസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും ബഹുമാന്യനായ വ്യക്തി, അതുപോലെ തന്നെ തിരുവല്ലയിലെ സജു എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, അടൂരിലെ ജെയിൻ എന്ന് പറയുന്ന സുഹൃത്ത്, ഇവരെ തിരുവല്ല വെച്ചൊന്ന് സംഗമിക്കുവാനിടയായി. അന്നാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു, എനിക്ക് ബൈബിൾ പഠിക്കണം. ഞാൻ സ്വയമേ പഠിക്കുകയും മറ്റുള്ള കീഴിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ ബൈബിൾ പഠിക്കണമെന്ന് പറയുമ്പോൾ അവരാണ് എനിക്ക് ഇങ്ങനെ ഒരു ബൈബിൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം, ഓൺലൈൻ ക്ലാസ്സാണ്, അവിടെ പഠിക്കാൻ എന്നെ രജിസ്റ്റർ ചെയ്യുകയും എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുകയും എനിക്കതിനുള്ള സാഹചര്യം ഒരുക്കി തരികയും ചെയ്തിട്ട് ഞാൻ ദൈവത്തോടും അവരോട് നന്ദി പറയണം. കാരണം ഞാൻ പഠിച്ച തത്വശാസ്ത്രം, കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രവും ഭൗതികവാദവും ഒക്കെ അതൊക്കെ തെറ്റാണെന്നും അതിലൊന്നും ഒരു കാര്യമില്ലെന്നും അതെല്ലാം താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നതെന്നും മനസ്സിലാക്കിയപ്പോഴാണ് ആത്മീയതയുടെ ക്രിസ്തുവിൻ്റെ പ്രസക്തി. ഈയിടെ ഒരു കവിത എഴുതിയത് ഇങ്ങനെയാണ്: എൻ്റെ മൂത്ത മകൻ്റെ പേര് ബാറ്റിസ്റ്റൂട്ട് എന്നാണ്, മൂത്ത മകൻ്റെ പേര്. ഇളയ മകൻ്റെ പേര് ബോധിധർമ്മ. ഇപ്പം ഞാൻ ക്രിസ്തുവിലാണ്. കാരണം ഞാൻ അങ്ങനെ എഴുതിയത്, ഫുട്ബോളിനോടുള്ള പ്രേമം മൂത്ത മകന് ബാറ്റിസ്റ്റൂട്ടോ എന്ന് പേരിട്ടു, ബുദ്ധനോടുള്ള പ്രണയം ഇളയ മകന് ബോധിധർമ്മ എന്ന് പേരിട്ടു. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് കീഴടങ്ങി. അതാണ് കവിത. അതെൻ്റെ ജീവിതം കൊണ്ടുണ്ടാക്കിയ കവിതയാണ്. ഞാനങ്ങനെ ഒട്ടനവധി കവിത എഴുതിയിട്ടുണ്ട്. കവിയരങ്ങളിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ആത്മീയ രംഗത്തേക്ക് വരികയും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ആത്മീയതയിൽ വളരെ ഇൻവോൾവ്ഡായിട്ട് നിൽക്കുമ്പോൾ എന്ന സാഹചര്യത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒരു 35 ആത്മീയ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ കൂടെ ആരാധിക്കുന്നവരും എന്നെ ആത്മീയമായി ബലപ്പെടുത്തുന്നവരും ഒന്നും എൻ്റെ പാട്ടുകളെക്കുറിച്ച് എന്നോട് ചോദിക്കാറില്ല, ഏതെങ്കിലും തരത്തിലുള്ള പ്രോത്സാഹനം ചെയ്യാറില്ല. അതിലൊന്നും ഞാൻ നിരാശനല്ല. കാരണം അവരുടെ റേഞ്ചിൽ നിൽക്കാൻ പറ്റും. ഞാനിപ്പം ഏറ്റവും കൂടുതൽ പഴയ പാട്ടുകൾ കേൾക്കുകയും അതിൻ്റെ അർത്ഥസമ്പൂർണ്ണതയിൽ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പെന്തക്കോസ്ത് ഗാനാനുഭവങ്ങളുടെ ഒരു രീതി അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. അത് ഒരു പെന്തക്കോസ്ത് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം എന്നൊക്കെയുള്ള ഒരു പിടിവാശി എനിക്കുണ്ട്. അതായത് വചനം പഠിപ്പിക്കുന്നില്ല, സഭകളിൽ വചനം പഠിപ്പിക്കുന്നില്ല, മറിച്ച് പാട്ട് പാടുക, ബഹളം ഉണ്ടാക്കുക, അന്യഭാഷ പറയുക. വചനം പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം ഓർത്തോണം. അന്യഭാഷ പറയുക, അന്യഭാഷയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുക,
സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയുണ്ടല്ലോ, മനുഷ്യരുമായിട്ട് കൂട്ടായ്മ കാണിക്കുവാൻ മോശയോട് ദൈവം സമാഗമന കൂടാരം പണിയുന്ന ഒരു വേദഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വേദഭാഗത്തിൽ ദൈവം, സർവശക്തനായ ദൈവം മോശയോട് കൽപ്പിക്കുന്നത് സമാഗമന കൂടാരം എങ്ങനെ പണിയണം. മോശ വലിയ പണ്ഡിതനാണ്, അല്ലെങ്കിൽ വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ ഇഷ്ടമല്ല ചെയ്തത്. ദൈവം പറഞ്ഞനുസരിച്ച് മോശ അതേപോലെ തന്നെ ചെയ്തപ്പോഴാണ് ദൈവത്തിൻ്റെ ഷെക്കേന ഇവിടേക്ക് ഇറങ്ങി വരികയും ദൈവമായി മനുഷ്യർ കൂട്ടായ്മ ആചരിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ, പ്രവാചകൻ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ പുതിയ നിയമസഭയ്ക്കും കൊടുത്തു. ഇങ്ങനെ കോളിംഗ് ഇല്ലാത്തവരെല്ലാം കൂടെ ഒരു കാലത്ത് ചേർന്നിട്ട്, ഒരു പ്രത്യേക ജനവിഭാഗങ്ങൾ ഒത്തുചേർന്നിട്ട് കൊണ്ട് ഈ ദൈവത്തിൻ്റെ നിയമനത്തെ അട്ടിമറിച്ചുകൊണ്ട് വേറൊരു നിയമന രീതി, ഒരു സ്ട്രക്ചർ ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിരിക്കുക. ലോകമെമ്പാടുമെന്ന് ഞാൻ പറയുന്നില്ല, അത് അജ്ഞതയായിപ്പോവും. കാരണം ലോകത്തിൽ പല ഭാഗത്തും അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിലുള്ള ഈ സ്ട്രക്ചറുള്ള സഭകളുണ്ട്. അമേരിക്കയിലെ കാൽവറി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സഭ, അതിൻ്റെ ഏറ്റവും ഒന്നാമതായിരിക്കുന്ന സ്റ്റാർ ആസ്കോട്ട് അപ്പോസ്തലൻ എന്ന് പറയുന്ന ഒരാളാണ്. അതിൻ്റെ കീഴിൽ ടോണി പാസ്റ്റർ, റോൺ പാസ്റ്റർ എല്ലാവരും യഹൂദന്മാരാണ്. സ്റ്റാർ ആസ്കോട്ട് യഹൂദന്മാരാണ്. അവർ സഭയിൽ ഒന്നാമത് സ്റ്റാർ ആസ്കോട്ട് എന്ന് പറയുന്ന അപ്പോസ്തലനാണ്. രണ്ടാമതെന്ന് പറയുന്നത് പ്രവാചകനാണ്. അങ്ങനെ ആ സ്ട്രക്ചറിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ലോകത്ത് അങ്ങനെയുള്ള സഭയുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. അതാണ് അമേരിക്കയിലെ കാൽവറി ടെമ്പിൾ എന്ന് പറയുന്ന സഭ. അപ്പം പല സ്ഥലത്തും ഉണ്ട്, അപ്പോസ്തലന്മാർ പല സ്ഥലത്തും ഉണ്ട്. ഈ സ്റ്റാർ ആസ്കോട്ട് അപ്പോസ്തലനൊക്കെ മരിച്ചു കിടന്ന ആൾ പ്രാർത്ഥിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റത്തുള്ള വളരെ വ്യക്തമായ ചരിത്രമുള്ള സഭകളാണതൊക്കെ. നമ്മൾ അന്വേഷിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും. ഞാൻ ചുമ്മാ ഇരുന്ന് വിളിച്ച് പറയല്ല. കേരളത്തിൽ വരുമ്പോൾ സെൻട്രൽ പാസ്റ്റർ ഒന്നാമത് വരുന്നു. എന്തുകൊണ്ട്? എൻ്റെ ഈ പഠനങ്ങളിൽ ഞാൻ അന്വേഷിച്ച കൂട്ടായ്മകളിലൊക്കെ ഞാൻ ഇടപെട്ട സഹോദരന്മാർക്കിടയിൽ പോലും അവർക്കൊന്നും സ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റുന്നില്ല. അത് ആത്മാവിൻ്റെ ഫലമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. എന്നാൽ പൗലോസ് പറയുന്നത്, നീ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും നീ എന്തുണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ ശരി, സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യമെന്നാണ് പറയുന്നത്. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിച്ചാൽ, സഭയുടെ അധ്യക്ഷ സ്ഥാനം കാക്ഷിച്ചാൽ അവൻ ഇങ്ങനെ ആയിരിക്കണം. ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, കലഹപ്രിയനാകരുത്, ഉപദേശത്തിൽ സമർത്ഥനായിരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കുറേ ഓർഡറുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞ അപ്പോസ്തലൻ, പ്രവാചകൻ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ എന്നൊക്കെ പറഞ്ഞ ആ ഓർഡർ പഠിപ്പിക്കാതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വേറൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ സഭകളിൽ വചനം പഠിപ്പിക്കാത്ത അവസ്ഥ പെരുകയാണ്. ഈയിടെ ഒരു തകഴിയിലെ, ഞങ്ങളുടെ തകഴി സഭയിൽ ഒരു കൺവെൻഷൻ വെച്ചപ്പോൾ ഒരു കൺവെൻഷൻ പ്രാസംഗികൻ പ്രസംഗിച്ചു, സഭയിലെ ബഹളാത്മകത എന്ന്. കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. ഭയങ്കര ബഹളം ഉണ്ടാക്കുക. എൻ്റെ ഇളയ കുട്ടി, 2 കുട്ടികളാണ് എനിക്കുള്ളത്. അതായത് ഇളയവൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പപ്പ ഈ ബഹളം വെക്കുന്നുണ്ടോ ഞാൻ വരാം, എന്നോട് നേരിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അത് നീ അത് നോക്കണ്ട, അതായത് നീ വ്യക്തിപരമായി നീ നോക്കണ്ട, നീ അവിടെ വന്നാൽ മതി. ഇല്ല, ഈ ബഹളം ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു പറഞ്ഞു. ബഹളം വെക്കരുത്, അല്ലെങ്കിൽ സഭയിൽ ഉച്ചത്തിൽ ആരാധിക്കാം, അല്ല പാട്ട് പാടാം, അന്യഭാഷ പറയാം, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതല്ല. ഇതെല്ലാവരും കൂടി കിടന്ന് അന്യഭാഷ പറയുക, എല്ലാവരും കൂടി അന്യഭാഷ പറയുമ്പോൾ അതിന് വചനവിരുദ്ധമാണത്. സഭയിൽ അത് വ്യാഖ്യാനിക്കാനുള്ള വരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്യഭാഷ പറയാനാണ് വചനത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ 1, 2, 3 പേര് പറയട്ടെ, എല്ലാം ചന്തമായും ക്രമമായും നടക്കട്ടെ എന്നും പറയുന്നു. ആ ഒരൊറ്റ വാക്യത്തിൻ്റെ പിൻബലത്തിലാണ് ഈ കിടന്ന് വള്ളംകളി പോലും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ പറയലെന്ന് വചനം പറയുമ്പോൾ അതിന് വിരുദ്ധമായി സഭയിൽ കാണിക്കുന്നു. പക്ഷേ ഇത് യഥാർത്ഥമായിട്ടുള്ള അന്യഭാഷയാണോ അല്ലെ പരിശുദ്ധാത്മാവാണോ എന്ന് നാം തിരിച്ചറിയുന്നത് ഫലത്തിൽ നിന്നാണ്. ഞാൻ ഈയിടെ ഒരു 3-4 പെന്തക്കോസ്ത് സഭയിലെ സഹോദരന്മാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, നിങ്ങളുടെ സഭയിൽ അയൽവക്കക്കാരുമായിട്ട് ഇണങ്ങാതെയും പിണങ്ങിയിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് വെച്ചു. അവർ കൂടി തോമാച്ചായൻ, ശരിയാ, അയൽക്കാരുമായിട്ട് മിണ്ടത്തില്ല, പ്രശ്നമാണ്. മറ്റേ അച്ചായൻ, ഇങ്ങനെ പലരുടെയും പേര് പറഞ്ഞിട്ട്, ശരിയാ കേട്ടോ, ബാവണ്ണം പറ ശരിയാണ്, അതായത് ഞാൻ പറ ശരിയാണ്. ഞാനും ഇങ്ങനെ നോക്കിയപ്പോൾ ഏതാണ്ട് 1-2 പേര് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ആൾക്കാരുമായിട്ട് മിണ്ടത്തില്ല. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവിൻ, നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുവിൻ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ഏറ്റവും മൂല്യമേറിയ വചനത്തെയാണ് അട്ടിമറിച്ചിരിക്കുന്നത്. ഇവനെങ്ങനെ നിത്യതയിൽ പോകും? പാസ്റ്റർമാർ പഠിപ്പിക്കുന്നുണ്ടോ? പാസ്റ്റർമാർ ഇത് ഏറ്റെടുത്ത് പഠിപ്പിക്കണം. അയൽക്കാരൻ ഇച്ചിരി നിൻ്റെ അതിരുമാന്തിയ നീ ക്ഷമിക്കണം. അയൽക്കാരൻ നിന്നെ ചീത്ത വിളിച്ചാൽ നീ ക്ഷമിക്കണം. ക്രിസ്തുവിൻ്റെ ഏറ്റവും മൂല്യമേറിയ വചനങ്ങളിൽ ഒന്നാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അല്ല നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. അത് അട്ടിമറിച്ചിട്ട് സ്വർഗത്തിൽ പോകാനിരിക്കുകയാണ്. നടക്കും, മിക്കവാറും നടക്കത്തില്ല. അതിന് 2 വശങ്ങളില്ല, അതിനൊറ്റ വശമേ ഉള്ളൂ. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, നിന്നെപ്പോലെ സ്നേഹിച്ചില്ലല്ലോ, നീ അവൻ ജസ്റ്റ് ഒന്ന് മിണ്ട്, ജസ്റ്റ് അവൻ അസുഖമായി കിടക്കും, അവനെ പോയി ഒന്ന് കാണ്. ക്രിസ്തുവിൻ്റെ വചനം ജീവിതത്തിൽ ഏറ്റെടുക്ക്.
അത് ചെയ്യാത്തവനാരും നിത്യതയിൽ പോകുമെന്ന് ഒരു ഉറപ്പുമില്ല. ഞാനീ പറയുന്നത് കേൾക്കുന്ന അവരാരെങ്കിലും അയൽക്കാരുമായി പിണങ്ങിയിരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി നിങ്ങൾ, ഞാൻ പറയുന്നില്ല, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് പോയി നിരപ്പ് പ്രാപിക്കണം. നിരപ്പ് പ്രാപിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പെന്തക്കോസ് ഭാഷയും അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അവരുമായി സംസാരിക്കണം, അവരുമായി ഒരു ബന്ധത്തിൽ ഉണ്ടാവണം. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പോൾ അവരെ വിളിക്കണം, നിങ്ങളുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടത്തുമ്പോൾ അവരെ വിളിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞ കമ്മ്യൂണിസം എന്ന് പറയുന്ന സൗന്ദര്യാത്മകമായിട്ടുള്ള ആ സിദ്ധാന്തം ഉണ്ടല്ലോ, അതിലും മനോഹരമാണ് ക്രിസ്തുവിൻ്റെ രാജ്യം. ക്രിസ്ത്യൻ ആശയങ്ങളുടെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ഇതെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യാശയാണ്. ആ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കുള്ള, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഒരു പ്രജയായി ജീവിക്കുക എന്നുള്ള ഒരു സ്വപ്നം. അതാണ് ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ നിത്യത. ക്രിസ്തു രാജാതിരാജാവായി ഈ ലോകം ഭരിക്കും എന്ന് പറയുന്ന ഒരു പ്രത്യാശ, അത് ചുമ്മാ പറയുന്നതല്ല. ആ ക്രിസ്തുവിൻ്റെ ആ രാജ്യത്തിലേക്കുള്ള ആ തിരഞ്ഞെടുപ്പും, ആ രാജ്യത്തിൽ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് വചനത്തിൽ പറയുന്ന ആ രാജ്യം, ദുഃഖങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, പീഡനങ്ങളില്ലാത്ത, ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത, സൂര്യനും ചന്ദ്രനും ഇല്ലാത്ത ക്രിസ്തുവിൻ്റെ തേജസ്സിനാൽ നിറഞ്ഞു നിൽക്കുന്ന ആ രാജ്യം, ആ രാജ്യത്തിൻ്റെ വരവിനെയാണ് ഓരോ ക്രിസ്ത്യാനിയും പ്രത്യാശ വെക്കുന്നത്. ആ പ്രത്യാശയാണ് ഒരു ക്രിസ്ത്യാനിയെ നിലനിർത്തുന്നത്. ആ പ്രത്യാശ നെഞ്ചിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നാം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ പ്രത്യാശ നമ്മളെ ആ നിത്യതയിൽ കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ രണ്ട് വശങ്ങളുള്ള, അതിന് ഒരു തർക്കത്തിൻ്റെ കാര്യമില്ല. ആ ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മളെ നിലനിർത്തും. ആ പ്രത്യാശയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ആ പ്രത്യാശയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യത്തിനായിട്ടുള്ള, ക്രിസ്തുവിൻ രാജാതിരാജാവായി ക്രിസ്തു ഭരിക്കുന്ന ആ രാജ്യത്ത് ആ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുക എന്ന് പറയുന്ന വലിയ സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെയും ഞാൻ ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്.